ഇതിട് ഇനി നിർത്തരുത്, എന്തും ഇങ്ങനെ എടുത്തോണ്ടിരിക്കണോ. പിന്നെ പൊടിക്ക് ഇത്ര കിട്ടിയില്ല. എത്ര കൂട്ടുക? ഇന്നത്തെ പരിപാടി ചിക്കൻ ബിരിയാണി. ഇതിട് ഇനി നിർത്തരുത്, എന്തും ഇങ്ങനെ എടുത്തോണ്ടിരിക്കണോ, എന്നാലാണ് ശരിയാവുള്ളൂ. ഇന്ന് ഞങ്ങളൊരു ബിരിയാണി വെക്കാൻ പോവാണ്. അപ്പൊ ഇതെല്ലാം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനാണ് നിങ്ങളിപ്പോ കേട്ടത്. ഇന്നത്തെ പരിപാടി ചിക്കൻ ബിരിയാണി. അപ്പോൾ ആദ്യം നമ്മൾ മസാല എല്ലാം തേച്ച് വെച്ച ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ആ സെയിം എണ്ണയിൽ തന്നെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് സേജു ഇതവിടെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാക്കിയിട്ട് തുള്ളി കണ്ണിൽ വെള്ളം പൊട്ടാതെ ഇത്രയും സവാള ഞാനായിരുന്നു. ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ കഴിക്കണം എന്ന് തോന്നും, പക്ഷെ നമ്മൾ കഴിക്കരുത്. കാരണം ഇപ്പം നമ്മൾ കഴിച്ചാൽ പിന്നെ നമുക്ക് ബിരിയാണിക്ക് ചിക്കൻ ഉണ്ടാവില്ല. നമുക്കിനി സവാള. എത്ര ഗ്ലാസ് അരി ഉണ്ട്? 5 ഗ്ലാസ് അരി. ആർ യു ഷുവർ? ഉറപ്പാ? ഇങ്ങോട്ട് നോക്ക്. ഉറപ്പാ? പൊടിക്ക് ഇത്ര കിട്ടിയില്ല. എത്ര കൂട്ടുക? അരി അളന്നിടാ, ഞാൻ പറഞ്ഞടാ. എന്നിട്ട് പറയണ 5 ഗ്ലാസ് പിന്നെ ഇത്തിരി കൂടി. അരി കഴുകുമ്പോൾ തന്നെ ബിരിയാണിന്റെ മണം. ഞാൻ മല്ലിച്ചപ്പ് അരിയാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഇവിടെ ഇത്രയും നേരം ഇങ്ങനെ സഹായിക്കാണ്ടായിരുന്നു എനിക്ക് കിട്ടിയത്. ഒന്നും അവിടെ തിരിഞ്ഞപ്പോഴത്തെ കാണാനില്ല. നമുക്ക് പോയി നോക്കാം ഇവിടെ. ഓക്കെ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞില്ല. എപ്പോ? 5 മിനിറ്റ്. നേരത്തെ പോയിട്ട് 5 മിനിറ്റ് ആയല്ലോ. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇനി 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് വരും. ഞാൻ സേജുവിനെ നോക്കാൻ പോയ നേരം കൊണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് അടി പിടിച്ചു, പക്ഷെ കുഴപ്പമില്ല. മല്ലിച്ചപ്പ് നമ്മളെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. സെജോ, ഇന്നെന്താ സ്പെഷ്യല് ബിരിയാണി വെക്കാൻ? ഇന്ന് സ്പെഷ്യൽ വെക്കാൻ ഇന്ന് എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്. എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതുകൊണ്ടാണ് ഇന്ന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എന്റെ വക. എന്റെ വക. ഒലക്ക ഞാനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നീ 5 മിനിറ്റ് കൂടുമ്പോ ബ്രേക്ക് എടുക്കുന്നല്ലോ. പിന്നെ എന്റെ വക. പാടിയ പാട്ടുകളെല്ലാം ഉച്ചക്ക് ചെറുനാരങ്ങ കളിക്ക് ഉപ്പിട്ട് കുടിക്കുന്നു. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, നിനക്ക് ഒരു ബോധം എനിക്ക് വേണ്ട. ഇനി ഞാൻ പറഞ്ഞിട്ട് എനിക്ക് This is the end. പോടാ.
ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് സെറ്റാക്കാം. സവാള ഗിരിഗിരി കിട്ടും. സവാള അധികം ഒന്നും അങ്ങോട്ട് വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നുകൊണ്ട് വാടി വന്നാൽ മതി. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ ബിരിയാണി വെക്കാറ്? ചാനൽ നോക്കിയിട്ട് കണ്ട് പഠിച്ച അപ്പോൾ നമ്മൾ അരി ഇട്ട് കുറച്ച് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുള്ളൂ. നമ്മുടെ ബിരിയാണിക്കുള്ള മസാലയാണിത്. ഞാനിവിടെ അത് മാറ്റി വെച്ചിട്ടാണുള്ളത്. ഇനി റൈസായിട്ട് വേണം നമുക്ക് ഇതും അതും കൂടെ ദമ്മിടാൻ വേണ്ടിയിട്ട്. നമ്മൾ അളന്നെടുത്ത അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണിത്. ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 7 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. 7 അല്ല 8 ഗ്ലാസ്. 5.25 ഗ്ലാസ്സാണ് സെജു അരി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് ഒഴിച്ച്, പിന്നെ ഒരു എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിക്കണം. സെജു വീണ്ടും മുങ്ങി ഗൈസ്. നമ്മുടെ ബിരിയാണി ചെമ്പ് അങ്ങനെ ദമ്മിടലായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജ് ക്ലീനിങ്. നമ്മുടെ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ദം പൊട്ടിക്കാൻ. എങ്ങനെയുണ്ട്? നല്ല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സൂപ്പർ ആയിട്ടുണ്ട്. കണ്ടാ